വർക്കലയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെയും മകനെയും തീ കൊളുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. വർക്കല ചെമ്മരുതി സ്വദേശിയായ രാജേന്ദ്രനാണ് പൊള്ളലേറ്റ് മരിച്ചത്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എപ്പോഴായിരുന്നു ഈ സംഭവം? ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, വർക്കല ഐരൂർ സ്റ്റേഷൻ പരിധിയിലാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഭർത്താവ് ഭാര്യയെയും മകനെയും തീ കൊളുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വർക്കല ചെമ്മുരുതി സ്വദേശിയായിട്ടുള്ള 50 വയസ്സുള്ള രാജേന്ദ്രനാണ് തീപ്പൊള്ളലേറ്റ് മരിച്ചിരിക്കുന്നത്. 43 വയസ്സുള്ള ബിന്ദു, ഒപ്പം തന്നെ 17 വയസ്സുള്ള മകൻ അമല്, ഇവര് രണ്ടുപേരെയും ഗുരുതരമായി പൊള്ളലേറ്റ് ഏകദേശം 80% മാരകമായ പൊള്ളലേറ്റ് കൊണ്ട് ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 5:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത്. 8 മാസത്തോളമായി കുടുംബ വഴക്കിനെ തുടർന്ന് മാറി താമസിക്കുകയായിരുന്നു ഈ രാജേന്ദ്രനും ബിന്ദു ഉൾപ്പെടെ. അതിനുശേഷം ബിന്ദുവും മകനും ഒപ്പം മകന്റെ 2 സുഹൃത്തുക്കളെയും കൂട്ടി ഈ രാജേന്ദ്രന്റെ അടുത്തേക്ക് തങ്ങളുടെ വീട്ടിലെ വസ്ത്രങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഇവർ. അതിനിടയിലാണ് മുറിക്കുള്ളിൽ സൂക്ഷിച്ച ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആള് പെയിന്റ് പണിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം തിന്നർ ഉപയോഗിച്ചാണ് ഇവരുടെ ദേഹത്ത് ഒഴിക്കുകയും അതിനുശേഷം തീ കൊളുത്തുകയും ചെയ്തത്. കൂടെ വന്ന ആളുകൾക്കും പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് ഈ നിമിഷം വിവരം ലഭിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഐരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലക്ഷ്മി, അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.